എറണാകുളം ആസ്ഥാനമായ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് അധികൃതർ നിക്ഷേപ തട്ടിപ്പ് നടത്തി കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയതായി ആരോപണം. ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 350 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 10-ലധികം കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിക്ഷേപമെന്ന പേരിൽ പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തിൽ എല്ലാ പ്രവൃത്തി ദിനത്തിലും 900 രൂപ വീതം ലാഭവിഹിതം എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ചത്. ശനിയും ഞായറും ഉൾപ്പെടെ അവധി ദിവസം ഒഴിവാക്കിയാൽ 202 ദിവസവും 900 രൂപ വീതം ലഭിക്കുമെന്നായിരുന്നു വിശ്വസിപ്പിച്ചതെന്ന് നിക്ഷേപകർ പറയുന്നു. അപ്പോൾ അവരെന്താ പറയുന്നത് നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. മിൻറ്റ് എന്ന് പറയുന്ന മാസ്റ്റർ എന്ന് പറഞ്ഞ് ഈ മിൻറ്റിൽ നമുക്ക് 6,000 മുതൽ 96,000 വരെ നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാനും അതിന് 6% വെച്ചിട്ട് 202 ദിവസം തരാമെന്നും പറഞ്ഞിട്ടാണ് ഇതിലേക്ക്. മറ്റൊന്ന് മാസ്റ്റർ എന്ന് പറയുന്നത് അത് 10,000 മുതൽ എത്ര ലക്ഷം വെച്ചാലും നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാം. അതിന് 9% വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് തരും. ഏജന്റുമാരെ നിയോഗിച്ചായിരുന്നു ജ്വല്ലറി അധികൃതർ നിക്ഷേപ സമാഹരണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ കൃത്യമായി ലാഭവിഹിതം നൽകിയിരുന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ എല്ലാ ഷോറൂമുകളും 1 വർഷത്തിലേറെയായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ജ്വല്ലറി ബ്രാഞ്ചുകളിൽ ഉണ്ടായിരുന്ന സ്വർണം ഉൾപ്പെടെ എടുത്ത് ഉടമകൾ മുങ്ങിയെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. തട്ടിപ്പിനിരയായ നിക്ഷേപകർ ഇതോടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ബുള്ളിയൻ ലൈസൻസ് അവർക്കുണ്ടെന്നും ആ ബുള്ളിയൻ ലൈസൻസിലൂടെ നമുക്ക് കണ്ടമാനം വരുമാനം കിട്ടുന്നുണ്ട്. അതിലൊരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ബുള്ളിയൻ ലൈസൻസ് എന്താണെന്ന് സാധാരണക്കാരനായ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതെന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു ബുള്ളിയൻ ലൈസൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ ലൈസൻസ് തൊഴിലുറപ്പ് ആൾക്കാരെ നടത്തുന്നു. അതിലൊരാൾ അവരാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് ഈ ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇതിൻ്റെ തുടർന്നുള്ളത് എന്താ വെച്ചാൽ 2025 മാർച്ച് മാസം വരെ ഇവർ ഇതിൻ്റെ ബിസിനസ് നടത്തുകയും അതിനെ തുടർന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ 9 ജ്വല്ലറികൾ ഒരുമിച്ച് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഗോൾഡുകളിലാണ് ആ ഗോൾഡൊക്കെ ഇവരെടുത്ത് എസ്കേപ്പ് ചെയ്തിട്ടുള്ളത്. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ജ്വല്ലറി അധികൃതരെ കാണാൻ പോയ സ്ത്രീകളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായി വനിതാ നിക്ഷേപകരും ആരോപിക്കുന്നു. ഞങ്ങൾ 14 പേര് അടങ്ങുന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾ എറണാകുളത്ത് അവരുടെ ഓഫീസിൽ പോയായിരുന്നു. അവർ നമ്മളോട് വളരെ റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. MD ഉണ്ടെങ്കിലും മുങ്ങിപ്പോവും, എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു ഹോട്ടലിൽ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ 14 പേര് അവിടെ പോയി. അവിടെ 14 പേരിലേക്ക് 18 പേരും കൊട്ടേഷൻ ആളുകളാണ് നിൽക്കുന്നത്. നമ്മൾ ഇരിക്കുന്നത്, അവർ പുറകെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊടുത്ത പൈസേൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്കൊരു മാറ്റർ എഴുതി തരണം, ഞങ്ങൾക്ക് എന്തായാലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തന്നത്. അവർ ഇങ്ങോട്ട് തന്നെ സാറ് പറഞ്ഞ് 120 ദിവസം കൊണ്ട് നിങ്ങളുടെ എമൗണ്ട് നമ്മൾ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല സന്തോഷിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വെച്ച് ഞങ്ങൾ കോടതി പോയി വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മാറ്ററൊക്കെ എഴുതി കൊണ്ടു ചെന്നിട്ട് 8 പ്രാവശ്യം അതിൽ സൈൻ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഞങ്ങൾ എറണാകുളം ഓഫീസിൽ പോയിട്ട് അവർ വരികയല്ല, സൈൻ ചെയ്യുകയല്ല, തരുകയല്ല. അങ്ങനെ ഞങ്ങളെ റൂമിലിട്ട് പൂട്ടുകയൊക്കെ ചെയ്തവർ. നിക്ഷേപത്തുക തിരികെ നൽകാതെ ജ്വല്ലറിയുടെ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടിയതോടെ നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ജ്വല്ലറി ഉടമകളായ രാകേഷ് രവീന്ദ്രൻ, രജീഷ് രാജൻ, നിക്ഷേപം സ്വീകരിച്ച ഏജന്റുമാർ തുടങ്ങിയവർക്കെതിരെ 10ഓളം കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് പണം തിരികെ ലഭ്യമാക്കണമെന്നാണ് പോലീസിനോട് തട്ടിപ്പിനിരയായവർ അഭ്യർത്ഥിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.